കുര്യനാട് സെന്റ് ആൻസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഫ്ലഡ്ലിറ്റ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ 3 ദിവസമായി നടന്നുവന്ന 25ാമത് ആൻസ് ട്രോഫി അഖില കേരള ഇന്റർ സ്കൂൾ ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ജൂനിയർ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ കൊരട്ടി ലിറ്റിൽ ഫ്ലവർ സ്കൂളിനെയും സബ് ജൂനിയർ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ കോട്ടയം ഗിരിദീപം സ്കൂളിനെയും തോൽപ്പിച്ച് കുര്യനാട് സെന്റ് ആൻസ് സ്കൂൾ ഇരട്ട കിരീട നേട്ടം കൈവരിച്ചു. സീനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ കോട്ടയം മൗണ്ട് കാർമൽ സ്കൂളിനെ പരാജയപ്പെടുത്തി കൊരട്ടി ലിറ്റിൽ ഫ്ലവർ സ്കൂൾ ചാമ്പ്യന്മാരായി. സെന്റ് ആൻസിലെ കെവിൻ റോജോ, ആദിമോൻ PP എന്നിവരും ലിറ്റിൽ ഫ്ലവറിലെ ആമി ആൻസ് ജോൺസണും വിവിധ വിഭാഗങ്ങളിലെ മികച്ച കളിക്കാർക്കുള്ള സമ്മാനങ്ങൾ കരസ്ഥമാക്കി. ഗിരിദീപം ബഥനി സ്കൂളിലെ ഫിലിപ്സൺ, ലിറ്റിൽ ഫ്ലവറിലെ സാവിയോ, മൗണ്ട് കാർമലിലെ അനന്യാമോൾ ES എന്നിവർ ഭാവി വാഗ്ദാനങ്ങളായ കളിക്കാരായി തെരഞ്ഞെടുക്കപ്പെട്ടു. കോർപ്പറേറ്റ് മാനേജർ ഫാദർ ബാസ്റ്റിൻ മംഗലത്തിലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമാപന സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് MLA വിജയികൾക്ക് ട്രോഫികൾ വിതരണം ചെയ്തു. ഒരുപോലെ ശ്രദ്ധിക്കാൻ കഴിയുന്നതിലൂടെ ഒരു വിദ്യാർത്ഥിയുടെ സമഗ്രമായ വളർച്ചയാണ് നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത്. ആ സമഗ്ര വളർച്ചയിലേക്ക് കുട്ടികളെ നയിക്കുവാൻ എന്നും സമൂഹത്തിൽ കേരളത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന വിദ്യാലയങ്ങളുടെ ഒന്നാം സ്ഥാനത്ത് ഏതാനും സ്കൂളുകൾ നമ്മൾ എടുത്താൽ അതിൽ കുര്യനാട് സെന്റ് ആൻസ് സ്കൂള് ഉണ്ട് എന്ന് നമുക്ക് അഭിമാനത്തോടു കൂടി പറയുവാൻ കഴിയും. അതിന് റിസൾട്ടിൻ്റെ കാര്യത്തിലുണ്ട്. സ്കൂൾ റിസൾട്ട് SSLC ഹയർ സെക്കൻഡറി റിസൾട്ടിൽ നമ്മൾ ഒന്നാമതുണ്ട്. ബാക്കി വരുന്ന എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു എന്നുള്ളത് കുര്യനാട് സെന്റ് ആൻസിന്റെ KBA സീനിയർ സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ ബിജു D, പഞ്ചായത്ത് അംഗം സാബു തെങ്ങമ്പള്ളിൽ, PTA പ്രസിഡന്റ് പൈലി ND, പ്രിൻസിപ്പൽ ഫാദർ ജോബി മാത്തംകുന്നേൽ, വൈസ് പ്രിൻസിപ്പൽ ജാൻസി തോമസ്, സ്റ്റാഫ് പ്രതിനിധികളായ സുമംഗലി PT, സുമി അഗസ്റ്റിൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. i4u ന്യൂസ്, ഏറ്റുമാനൂർ.